എന്റെ ദൈവമേ, വായിക്ക് രുചിയായിട്ട് നിനക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ അറിയത്തില്ല അല്ലേ? എന്ത് കറിയാണ് നിനക്ക്? മീൻകറി എന്ന് പറയാൻ പറ്റുമോ? ഞാൻ കറി രുചിച്ച് നോക്കിയാണല്ലോ അമ്മേ, നല്ല രുചി ഉണ്ടായിരുന്നല്ലോ. ഇതാണ് നീ രുചി നോക്കിയിട്ട് നല്ലാന്ന് പറഞ്ഞ കറി? എന്റെ പൊന്നോ, അതിന് നിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വായിക്ക് രുചിയായിട്ട് നീ വല്ലതും കഴിച്ചിട്ടില്ല, നിന്റെ ജീവിതത്തിൽ ഒന്നും നീ കഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിനക്ക് ഇതിന്റെ രുചിയായിട്ട് മനസ്സിലാവാത്ത. അതിനൊക്കെ നീ എന്റെ ആങ്ങളയുടെ ഭാര്യ ഉണ്ടാക്കുന്ന മീൻകറി കഴിക്കണം. എന്നാ രുചിയാന്നറിയാമോ? മുളകിട്ട മീൻകറി ഉണ്ട്, എന്റെ പൊന്നോ. അതിന്റെ ഒരു പിഞ്ഞാണി ഇച്ചിരി ചാറ് മതി, 2 കലം ചോറിനാൻ പറ്റും. അതിന് മണം കിട്ടിയാൽ മതി. അമ്മാതിരി രുചിയാ. പുളിയും എരിവും ഒക്കെ പാകത്തിന്. അത്രയ്ക്ക് നല്ലതായിട്ട് കറി ഉണ്ടാക്കും. അതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ഈ പാത്രം കഴുകിയ വെള്ളം പോലുള്ള മീൻകറിയൊക്കെ കഴിക്കുമ്പോൾ ഓക്കാനം വരുവാ. എൻ്റെ അമ്മ, ഞാൻ എത്ര നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കറിയാ. അമ്മയ്ക്ക് നല്ലത് പറഞ്ഞില്ലെങ്കിൽ കുറ്റം പറയാതിരുന്നൂടെ? അമ്മയുടെ വായന്ന് ഒരു നല്ല വാക്ക് കേട്ടിട്ട് ചത്താ മതി. എനിക്കോ ചേട്ടാ പിള്ളേർക്കൊന്നും ഒരു കുഴപ്പമില്ല, അമ്മയ്ക്ക് മാത്രം എപ്പോഴും ഒരു കുറ്റം. നിന്റെ കെട്ടിയവന്റെ കാര്യമൊന്നും പറയല്ലേ. എന്റെ മോൻ കഷ്ടകാലം പിടിച്ചൊരു ജന്മാന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിന്നെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഞാൻ നല്ല രുചിയിൽ അവന് കറിയും ചോറും ഒക്കെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നയാ. അവന് എന്റെ കറി അല്ലാണ്ട് വേറൊരു സാധനം ഇഷ്ടമല്ലായിരുന്നു. ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി പറയായിരുന്നു, അമ്മ ഉണ്ടാക്കുന്ന കറിയുടെ അത്ര പറ്റിയില്ല, അമ്മയുണ്ട്. അവൻ എപ്പോൾ പൊങ്ങച്ചം പറയാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. കല്യാണം കഴിഞ്ഞ് നീ ഇങ്ങോട്ട് വന്നു, അടുക്കള ഭരണം നീ അങ്ങോട്ട് ഏറ്റെടുത്തു. അത് കഴിഞ്ഞ പിന്നെ നീ ഉണ്ടാക്കി കൊടുക്കുന്ന വൃത്തികെട്ട ഭക്ഷണമൊക്കെ കഴിച്ച് അവന്റെ നാക്കിന്റെ രുചിയൊക്കെ പോയി. അവനിപ്പോ എന്തെങ്കിലും നീ കുടുംബത്തിൽ വഴക്കുണ്ടാവണ്ടല്ലോ എന്ന് പറഞ്ഞ് നീ വെച്ചുണ്ടാക്കിയത് കഷ്ടപ്പെട്ടാൽ തിന്നുവോ? നിന്നോട് നല്ലതെന്ന് പറഞ്ഞു കാണും, അത് തന്നെ. തൊള്ള ചൊറിച്ചിൽ പിടിച്ച വർത്താനം തുടങ്ങി. നീ വലിയ പിറുപിറുക്കൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയൊക്കെ മുന്നോട്ട് പോകാൻ നോക്ക്. അതെങ്ങനെയാ? നിനക്കറിയോ, എൻ്റെ ആങ്ങളുടെ മകൻ കെട്ടിക്കൊണ്ട് വന്നൊരു പെണ്ണുണ്ട്. എന്നാ നല്ല പെങ്കൊച്ച, തങ്കം പോലൊരു കൊച്ച്. അവളുടെ പെരുമാറ്റവും സ്വഭാവം ഒക്കെ അടിപൊളി കൊച്ചാ. അവൾ എൻ്റെ ആങ്ങളേനും നാത്തൂനെയൊക്കെ എങ്ങനെ നോക്കണമെന്നറിയോ? എന്നാ രുചിയുള്ള കറികൾ അവൾ ഉണ്ടാക്കുന്നതെന്നറിയോ? ഞാനൊരു പ്രാവശ്യം കൊണ്ട് പോയപ്പോൾ എന്നാ ഒരു ഇറച്ചിക്കറി അങ്ങാണ്ട്, എനിക്കിത് എത്ര ഇഷ്ടപ്പെട്ടെന്നറിയാമോ? നീ ഒരു കാര്യം ചെയ്യ്, അവളുടെ അടുത്ത് പോയിട്ടേ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കുന്നൊന്ന് പഠിക്കാൻ നോക്ക്. അപ്പൊ നിനക്ക് ഉണ്ടാക്കാൻ നല്ല കറിയൊക്കെ. ഇനി കണ്ട ആൾക്കാരുടെ ക്ലാസ് കിട്ടിയിട്ട് വേണമായിരിക്കും അല്ലേ എനിക്ക് ഇവിടുത്തെ അടുക്കളയിൽ ഇനി വെച്ചുണ്ടാക്കാൻ. പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, മര്യാദയ്ക്കൊന്നും ഉണ്ടാക്കത്തുമില്ല. എന്നാ വല്ലതും പറഞ്ഞ് പഠിപ്പിക്കാന്ന് വെച്ചാൽ അത് നടക്കത്തുമില്ല. മോനെ, അമ്മാവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അമ്മ വിശേഷിച്ച്? എന്താ കാര്യം? എന്തേലും കാര്യം ഉണ്ടെങ്കിൽ നിന്നോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ആങ്ങളൊക്കെ നിന്നെ ജീവനാടാ. എപ്പോഴും വിളിക്കുമ്പോൾ ചോദിക്കും, അവൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണേ, അവൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണേ എന്ന്. അമ്മ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കാണ്ട് കാര്യം എന്താന്ന് വെച്ചാ പറ. എന്താ വിശേഷിച്ച്? എന്താ പറ. എടാ, നീ പറയണ മൊത്തം കേക്ക്. നിന്റെ അമ്മാവൻ കഴിഞ്ഞ വർഷം ഒരു തുണിക്കട തുടങ്ങിയത് നിനക്ക് ഓർമ്മയില്ലേ? മറ്റേ ആ ടൗണിൽ മുക്കില്. അത് വലിയ രസമൊന്നും ആയില്ല, വലിയ കച്ചവടമൊന്നും ഇല്ലാണ്ട് അത് പൊട്ടിപ്പാളീസായി പോയി. അത് കൂട്ടി കിടക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ എത്ര നാളായി. ഇത് ഈ കട തുടങ്ങാൻ വേണ്ടി ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചടവ് മുടങ്ങി അവരിപ്പോൾ പ്രശ്നമായി. ബാങ്കുകാർ കഴിഞ്ഞ ആഴ്ച അല്ല ഇന്നലെ അങ്ങാണ്ട് വിളിച്ചിട്ട് പറഞ്ഞെന്ന് അതിൻ്റെ പകുതി പൈസയെങ്കിലും അടച്ചത്, മൊത്തം തുകയുടെ പകുതി പൈസയെങ്കിലും അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുന്നു. ആകെ പ്രശ്നമായിട്ടിരിക്കുക. 3 ലക്ഷം രൂപയെങ്ങാണ്ടാണ് ഒരു ലോൺ എടുത്തത്. പലിശ എല്ലാം കൂടി 4 ലക്ഷം ആയിട്ടുണ്ട്. ആ പകുതി അങ്ങ് അടച്ചാ പോരെ, പ്രശ്നം തീരില്ലേ? പിന്നെന്താ? മതി. പക്ഷെ നിന്റെ അമ്മാവൻ കുറേ സ്ഥലത്ത് പൈസ ചോദിച്ചത് പെട്ടെന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചതാ വിഷമം പറയാനേ. ഞാനൊരു പെങ്ങളല്ലേ ഉള്ളൂ, എൻ്റെ അടുത്തല്ലേ വിഷമമൊക്കെ പറയുക. അപ്പം ഞാൻ പറഞ്ഞു, ആങ്ങൾ എന്നാത്തിനാ വിഷമിക്കണേ, ജിതിനോട് ചോദിച്ചാൽ പോരെ, ജിതിൻ തരത്തില്ലേ, അവൻ എൻ്റെ കൊച്ചല്ലേ, അവന് അമ്മാവൻ്റെ അവസ്ഥ മനസ്സിലാക്കി തരാതിരിക്കുമോ എന്ന് ഞാൻ പറഞ്ഞ വഴിക്ക് അവനങ്ങ് ഭയങ്കര സന്തോഷമായി. അമ്മ എന്ത് പണിയാ കാണിച്ചേ? ഞാൻ അമ്മയുടെ പൈസ തരാന്ന് പറഞ്ഞായിരുന്നോ? എൻ്റെ കയ്യിൽ അമ്മ പൈസ ഉണ്ടോന്ന് ചോദിച്ചോ? എന്നോടൊരു വാക്ക് പോലും ചോദിക്കേണ്ട അമ്മ എന്തിനാ അവിടെ പോയിട്ട് വാഗ്ദാനം പറയാൻ പോയത്? അല്ല, ഇതൊക്കെ നിന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അമ്മാവനൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അത് അറിഞ്ഞ് നീ എല്ലാം ചെയ്തു കൊടുക്കണ്ട, അതിന് കടമയില്ലടാ. എനിക്ക് എന്ത് കടമ? അമ്മാവന് 2 ആമക്കളില്ലേ, ഒരു പെണ്ണുമുണ്ട്. ഇവർക്കെല്ലാം അത്യാവശ്യം ജീവിക്കാൻ വഴിയുണ്ട്. അവർക്കില്ലാത്തൊരു എന്ത് കടമയാണ് എനിക്കുള്ളത്? അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്കായിട്ട് പല പ്രാവശ്യമായിട്ട് മേടിച്ചെല്ലാം കൂടി ഒരു 4-5 ലക്ഷം രൂപ തരാനുണ്ട്. മേടിച്ചിട്ട് പോകുമ്പോൾ വലിയ ഉത്സാഹ, തിരിച്ചു തരാനൊന്നും കാണാറില്ലല്ലോ ഇതൊന്നും. ഓഹോ, അപ്പൊ നീ കണക്ക് പറയുവാണല്ലേടാ. എന്റെ ആങ്ങളെ നിന്നോട് പൈസ അതിന് ആവശ്യത്തിന് പല ആവശ്യങ്ങൾക്കും മേടിച്ചിട്ടുണ്ട്. അതൊക്കെ നീ നോക്കിയും കണ്ടും കണക്ക് പോലെ എഴുതി വെച്ചേക്കുമായിരിക്കും അല്ലേ? അല്ലമ്മേ, ഞാൻ കണക്ക് സൂക്ഷിക്കുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത്? ഞാനേ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ കാശാ. അതങ്ങനെ വെറുതെ കൊടുക്കാൻ ആർക്കും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ പൈസ കൊടുക്കാന്ന് പറഞ്ഞത് അമ്മയാ. അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അമ്മ കൊടുത്തോ. അമ്മയുടെ കയ്യിലുണ്ടെങ്കിലേ കൊടുത്തോട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ കൊടുക്കാനുമല്ല, എൻ്റെ കയ്യിലില്ല താനും. അമ്മ എന്താ അമ്മേ നോക്കണേ? എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ വെറുതെ ഒന്നുമില്ല.
അല്ല ഇവിടെ എന്താ ഒരുമാതിരി അമൃതാഞ്ചന്റെ മണം? അല്ല ഇവിടെ അമൃതാഞ്ചൻ ഇല്ലല്ലോ. അമ്മ അമൃതാഞ്ചൻ വല്ലതും തേച്ചോ? സത്യം പറമ്മേ. അത് മനു കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ നിന്ന് ലീവിന് വന്നപ്പോ ഒരു അമൃതാഞ്ചൻ കൊണ്ട് തന്നായിരുന്നേ. അത് ഞാൻ ഇച്ചിരി എടുത്ത് തലയിൽ തേച്ചതാ. എന്നുവെച്ചാ ചെറിയൊരു തലവേദന പോലെ. അതാ. ഓഹോ, അമ്മയുടെ മനസ്സാക്ഷി എന്തോ അമ്മേ. 2 ദിവസം മുന്നേ ഞാൻ അമ്മയുടെ അടുത്ത് തലവേദന എടുത്ത് പൊളിഞ്ഞിട്ട് ഇച്ചിരി അമൃതാഞ്ചൻ തരുമെന്ന് ചോദിച്ചു വന്നായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു ഇല്ല, മൊത്തം കഴിഞ്ഞു പോയിന്ന്. എന്നിട്ട് ഇപ്പൊ എടുത്ത് തേച്ചേക്കുന്നല്ലേ. അമ്മ നമ്മളൊരു വീട്ടിലുള്ളതല്ലേ, ഇങ്ങനെയാണോ പെരുമാറണ്ടേ? ഇതെന്റെ ആങ്ങളുടെ മോൻ തന്നെയാ. ഇത് അമ്മായി എടുത്തോന്ന് പറഞ്ഞ് അവൻ പ്രത്യേകം എന്റെ കയ്യിൽ വെച്ച് തന്നെയാ. അത് ഇങ്ങനെ എല്ലാവർക്കും വലിച്ചു വരുത്തേക്കാനൊന്നും പറ്റത്തില്ല. എൻ്റെ അമ്മയ്ക്ക് മാത്രമേ ഇങ്ങനെ മനസാക്ഷി ഇല്ലാണ്ട് പെരുമാറാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു വീട്ടിൽ കഴിയുന്നവരല്ലേ നമ്മള്. അന്യന്മാരുടെ കൂട്ട് പെരുമാറേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെയൊക്കെ? എന്റെ സാധനം നിന്റെ സാധനം എന്നൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ടോ? അമ്മയ്ക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. കഴിഞ്ഞ മാസം എന്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് അവൻ അവിടെ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാ വേണ്ട ചേച്ചി എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ അമ്മയ്ക്ക് നടുവേനയും കൈവേനയൊക്കെയാണ്, അപ്പൊ നീ ഒരു ഓയിൽമെന്റ്, വേദനയുടെ ഓയിൽമെന്റ് കൊണ്ടുവരണം എന്ന് ഞാൻ പ്രത്യേകം അവനോട് പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ എനിക്ക് വേണ്ട മാത്രം കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ അപ്പോഴും അമ്മേനെ ഓർത്തു, എന്നോട് അമ്മ ഇത് തന്നെ കാണിക്കണം കേട്ടോ. ഒരാൾക്ക് വേദന വന്നിരിക്കുന്ന സമയത്ത് അത് എൻ്റെ വീട്ടുകാർ തന്നാണെന്ന് പറഞ്ഞ് എടുത്തു വെക്കാൻ പറ്റിയ മനസാക്ഷി കൊള്ളാം. എന്തായാലും അമ്മയുടെ ഇനി ഒരു സാധനം എനിക്ക് വേണ്ടാട്ടമ്മ. ഞാൻ ഒന്നും ചോദിച്ചോണ്ട് അമ്മയുടെ അടുത്ത് വരത്തില്ല. നമ്മുടെ വീട്ടിൽ പല സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉപയോഗിക്കത്തില്ലേ. ഞാൻ അതിൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് അമ്മയോട് ചോദിച്ചാ, പക്ഷെ ചോദിക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും എനിക്ക് ഉറപ്പാ അമ്മയുടെ ആങ്ങളുടെ മക്കൾ തന്ന പല സാധനങ്ങളും അമ്മയുടെ അലമാരിലുണ്ടാവും. അതുകൊണ്ടാണല്ലോ അലമാര എപ്പോഴും പൂട്ടിക്കൊണ്ട് അമ്മ നടക്കണത്, അതിന്റെ താക്കോലും കൈ പിടിച്ചോണ്ട് നടക്കണത്. എന്തായാലും ഒന്നും വേണ്ട, ഇനി ഒരു സാധനവും ചോദിക്കാൻ പറ്റില്ല. ഇന്നത്തോടെ അമ്മയുടെ സ്വഭാവം എന്തായാലും മനസ്സിലായി. കൊള്ളാം. ഇപ്പൊ തരാടി ഇരിക്ക്. എന്റെ ആങ്ങളുടെ കൊച്ചെനിക്ക് കൊണ്ട് തന്നെയാ. അത് നിനക്കൊക്കെ വലിച്ചു വലിച്ചു തേക്കാനുള്ളതല്ല. മിനിമോളെ, അമ്മായിയുടെ കൈവേദനയുടെ കാര്യം നീ എങ്കിലും അന്വേഷിക്കുന്നുണ്ടല്ലോ, അതിനൊരു കുറവുമില്ലടി കൊച്ചേ. ഇവിടെ അതിനെക്കുറിച്ച് ആരും ചോദിക്കാറ് പോലുമില്ല. വയസ്സായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭാരമല്ലേ അധികപ്പറ്റി. ചാവുന്നവരെ എങ്ങനെ ജീവിക്കണ്ടേ. ശരിയടി മോളെ, വിളിക്കാം കേട്ടോ അമ്മായി. ശരി ശരി. ഉമ്മ. ശരി. അല്ല അമ്മ എന്ത് വർത്താനം മിനിച്ചിന് പറഞ്ഞത്? അമ്മയുടെ വർത്താനം കേട്ടതൊന്നുമില്ല, ഞങ്ങൾ അമ്മേനെ ഒന്നും നോക്കുന്നു പോലും ഇല്ലാന്ന്. ഞാൻ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ടതും പോരാ, എന്നിട്ട് എന്നോട് ചോദിക്കാനും വരുന്നു. പൊന്നോ, അവളെ എൻ്റെ ഹാങ്ങളുടെ മോളാ. അവൾ എൻ്റെ കൈയുടെ വേദനയുടെ കാര്യം അറിയാൻ വിളിച്ചതാ. അവൾ എൻ്റെ സുഖോപരം അറിയാൻ വിളിച്ചതാ. നിങ്ങളൊന്നും അന്വേഷിച്ചില്ലെങ്കിലും എനിക്ക് അന്വേഷിക്കാൻ എൻ്റെ വീട്ടുകാരോട്ട്. അത് തന്നെ വലിയ കാര്യം. അല്ല അമ്മ എന്തേ പറയണം? അമ്മയുടെ കൈവേദന കുറഞ്ഞതല്ലേ? ചേട്ടൻ കൈവേദന വന്ന സമയത്ത് തന്നെ അമ്മേനെ കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. 2 ഡോക്ടർമാരെടുത്തു പോയി. എന്നിട്ട് പറ്റാവുന്ന രീതിയിലെല്ലാം ചികിത്സ, എന്തോ ഒരു പൈസ കൊണ്ടൊക്കെ ചികിത്സിച്ചതാ. എന്നിട്ട് അതിൻ്റെ ആ വേദന അമ്മ കുറഞ്ഞെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാ. ഇപ്പൊ അത്രയും നോക്കി ഞങ്ങൾ ആരായി? അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മ എന്ത് വർത്താനാ പറയുന്നേ? വേദന കുറച്ചെന്ന് നീയാണ് തീരുമാനിക്കണം. എനിക്കിപ്പോഴും ചെറിയ വേദനയൊക്കെ ഉണ്ട്. അമ്മ വേദന ഉണ്ടെങ്കിൽ അമ്മത് പറയണം. ഒന്നുമില്ലെങ്കിൽ അമ്മയുടെ മകൻ്റെ അടുത്ത് പറയണം, അല്ലെങ്കിൽ മരുമകളായ എൻ്റെ അടുത്ത് പറയണം. അല്ലാണ്ട് അവരെയൊക്കെ വിളിച്ചു പറയണ ആവശ്യം തിരിക്കുന്നമ്മേ. ഞാനേ അന്യന്മാരോടൊന്നും അല്ല പറഞ്ഞു, എൻ്റെ ആങ്ങളുടെ മോളുടെ അടുത്താ പറഞ്ഞത്. അവൾ എന്നിട്ട് പറയുകയും ചെയ്തു, അമ്മയ്ക്ക് തീരെ സഹിക്കാൻ പറ്റണില്ലെങ്കിൽ അവള് വന്ന് ആശുപത്രി കൊണ്ടുവന്ന്. അങ്ങനെയാ സ്നേഹമുള്ളവര്. അല്ല മിനി ചേച്ചിക്ക് അത് പറയേണ്ട ആവശ്യം എന്തിരിക്കുന്നു? ഞങ്ങളെക്കാൾ അവകാശമുണ്ടോ മിനി ചേച്ചിക്ക് അമ്മയുടെ പേരില്? ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അവരെന്റെ വീട്ടുകാരാണ്, എൻ്റെ ആങ്ങളെയും മക്കളും. അവരോട് ഞാൻ എൻ്റെ വിഷമം പറഞ്ഞു വെച്ചപ്പോ എന്നെ തെറ്റുള്ളത്. ഇനിയിപ്പോ നാളെ എനിക്കൊരു ആവശ്യം വന്ന് ഞാൻ അതൊന്ന് കിടപ്പിലായാലും എൻ്റെ ആങ്ങളെയും മക്കളും എന്നെ നോക്കും. അങ്ങനെയാ, അത്രയും സ്നേഹമുണ്ട് എൻ്റെ അടുത്ത്. അതുകൊണ്ട് തന്നെ അവരോട് എൻ്റെ വിഷമോ അല്ലെങ്കിൽ എൻ്റെ വയ്യായോ പറഞ്ഞതിൽ ഒരു തെറ്റും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ പൊന്നിയേട്ടാ, നമ്മൾ അമ്മയെ നോക്കണത് വെറുതെയാ, ഒരു കാര്യമില്ല. എന്താടി, എന്താ ഉണ്ടായേ? ചേട്ടന് ഓർമ്മയില്ലേ അമ്മയ്ക്കൊരു 4-5 മാസം മുന്നേ ഒരു കൈവേദന വന്നത്? എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് ഡോക്ടർമാർ എത്ര എണ്ണത്തിന് പോയി കണ്ടത്. എന്നിട്ട് അമ്മയുടെ വേദന കുറഞ്ഞതാ. ഇപ്പൊ അമ്മ മറ്റേ മിനി ചേച്ചിനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, അമ്മയ്ക്ക് കൈവേദനയാണ്, ഇവിടെ ആരും നോക്കുന്നില്ല. അപ്പൊ മിനി ചേച്ചി പറഞ്ഞു നമ്മളിവിടെ ആരും നോക്കിയില്ലെങ്കിൽ മിനി ചേച്ചി കൊണ്ടുപോവാന്ന്. എന്താ അത്? അപ്പൊ നമ്മൾ ആരായി? നമ്മൾ ഇത്രയും കാലം നോക്കിയ നമ്മൾ ആരായി? എടി നീ അമ്മ പറയുന്നതൊക്കെ എന്തിനാ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കണേ? വിട്ടുകളാ. പിന്നെ അമ്മ പറഞ്ഞ കേട്ട് നമുക്ക് വിഷമം വരില്ലേ? നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്ര നന്നായിട്ട് നമ്മൾ അമ്മനെ നോക്കിയിട്ടുണ്ടായിരുന്നയാ. പിന്നെ നമ്മൾ ഒന്നും ചെയ്യാത്ത തൊട്ട് സംസാരിക്കുകയാണെന്നോ എനിക്ക് ആ സങ്കടമായിപ്പോയി.
എടി നീ എന്താ വിചാരിച്ചേ? അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ആങ്ങളെയും അമ്മയുടെ ആങ്ങളുടെ മക്കളും അമ്മേനെ നോക്കുന്ന. അമ്മ ഈ പറയുന്ന പൊങ്ങച്ചം മാത്രമേ ഉള്ളൂ. അവരൊരു ആവശ്യം വന്ന് അമ്മേനെ തിരിഞ്ഞു നോക്കില്ല. അതെനിക്ക് നല്ല ഉറപ്പാണ്. ആ കാര്യം എനിക്ക് നല്ല അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. അവരൊരു മാതിരി വർത്താനം പറയുന്നത് മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലൊന്നും ഉണ്ടാവില്ല. നീ ഒരു കാര്യം ചെയ്യ്, അമ്മ അടുത്ത് പോയിട്ട് പറ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റത്തില്ല, അമ്മയുടെ ആങ്ങളുടെ മക്കളോടൊന്ന് നോക്കാൻ പറഞ്ഞു നോക്ക്. അപ്പം അറിയാം അവരുടെയൊക്കെ സ്വഭാവം. നീ ഇതിനൊക്കെ വെറുതെ അമ്മ പറയണെടുത്ത് തുള്ളാൻ നിന്നിട്ട് അമ്മ എന്തെങ്കിലും കിടന്ന് പറയട്ടെ. അവരുടെ സ്വഭാവം അമ്മ എന്തെങ്കിലും ഒരിക്കൽ മനസ്സിലാവും. അപ്പം അമ്മയുടെ ഈ പൊങ്ങച്ചൊക്കെ നിർത്തിക്കോളും. ലോകത്ത് എന്തായാലും എനിക്ക് മാത്രമേ ഇത്രയും നല്ല വീട്ടുകാരെ കിട്ടിയിട്ടുള്ളൂ. ചിലവരൊന്നും വീട്ടുകാരെ തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. അമ്മേ, അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് നേരത്തെ അങ്ങോട്ട് കത്തിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ചേ. ഇപ്പോഴാണ് എനിക്കത് റിയലൈസ് ചെയ്യാൻ പറ്റിയത്. അമ്മ ഒരു കാര്യം ചെയ്യ്, അമ്മ മിൻചേച്ചിനെ വിളിച്ച് പറ ഞങ്ങൾ നോക്കുന്നില്ല, മിൻചേച്ചിയോട് എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകാനേ, അമ്മായിനെ ഒന്ന് ചികിത്സിക്കാനൊന്ന് പറഞ്ഞു നോക്ക്. എന്താ പറയണേന്ന് നോക്കാമല്ലോ. ഓഹോ, അപ്പൊ നീ എന്നെ കളിയാക്കുവാണല്ലേ? കൊള്ളാല്ല. നീ പറഞ്ഞ് കളിയാക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ അവര് കേൾക്കും. എന്റെ എന്ത് കാര്യത്തിലും അവരെന്റെ കൂടെ നിൽക്കും. എന്റെ ആങ്ങളയ്ക്കും മക്കൾക്കും എന്നെ അത്രയ്ക്ക് ജീവനാ. നിനക്കതൊന്നും അറിയത്തില്ല. നിനക്ക് അങ്ങനത്തെ നല്ല വീട്ടുകാരില്ല, അതുകൊണ്ട് നിനക്കത് മനസ്സിലാവത്തുമില്ല. ആ പിള്ളേരുണ്ടല്ലോ എന്റെ ആങ്ങളുടെ മക്കള്, അമ്മായി എന്ന് പറഞ്ഞാൽ മരിക്കും. അവര് ഞാനോട് പറഞ്ഞു നോക്കിയേ, അവരെന്നെ ഇപ്പൊ വേണേ കൊണ്ടുപോകും. നിന്റെ മുന്നിൽ വെച്ച് ഞാൻ വേണേ വിളിക്കാം. അവരിപ്പൊ വേണേ കൊണ്ടുപോയി എന്നെ ചികിത്സിക്കും. നീ എന്നെ വെല്ലുവിളിക്കുന്നല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. സ്പീക്കറിടാ. കേട്ടോട്ടാ, കേട്ടോ. ഹലോ ഹലോ അമ്മായി, എന്താ അമ്മായി? മിനിമോളെ, ജിതിനും ഭാര്യ എന്നെ നോക്കും തോന്നണില്ല. എന്റെ കൈക്കാണെങ്കിൽ തീരെ വയ്യാടി കൊച്ചേ. നീ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാന്ന്? അമ്മായിക്കേ ആശുപത്രി പോണോടെ, നീ കൊണ്ടുപോ. ഇവരെന്നെ കൊണ്ടുപോകും തോന്നണില്ല. നീ നാളത്തേക്ക് എന്നെ ബുക്ക് ചെയ്തോട്ടോ. എന്നിട്ട് നാളെ രാവിലെ വണ്ടിയും കൊണ്ടുപോവാ. എന്നിട്ട് എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോടി കൊച്ചേ. അയ്യോ അമ്മായി, ഞാനൊരു തമാശ പറഞ്ഞല്ലേ, അമ്മായി അത് സീരിയസ് ആക്കി എടുത്താ? ജിതിനും ഭാര്യയല്ലേ അമ്മായിനെ നോക്കണ്ട, ഞങ്ങളാണോ? പിന്നെ ഒന്നാമതേ എനിക്ക് ഇവിടെ 100 കൂട്ടം തിരക്കുണ്ട്. ഈ അമ്മായിനെ കൊണ്ട് ആശുപത്രി പോക്കൊന്നും നടക്കണ കാര്യല്ല. അമ്മായി ജിതിനും ഭാര്യ എടുത്തും പറ, അവര് നോക്കും അമ്മായി. ശരിയേട്ടാ, ഞാൻ പിന്നെ വിളിക്കത്തെ, തിരക്കാണേ. ശരിയേട്ടാ, ശരി. അമ്മയ്ക്കിപ്പോൾ മനസ്സിലായോ അവരുടെയൊക്കെ സ്വഭാവം? എൻ്റെ അമ്മയെ വലിയ വർത്താനം പറയാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ പ്രവർത്തിക്കാൻ മാത്രം ആർക്കും പറ്റില്ല. അമ്മയുടെ വീട്ടുകാരെ വലിയ പൊങ്ങച്ചം പിടിച്ച വർത്താനമായിരുന്നല്ലോ എപ്പോഴും പറയുന്നത്. അമ്മ ഒരു ആവശ്യം വന്ന ഇവരൊന്നും ഉണ്ടാവില്ല. അമ്മയുടെ മകനും മരുമകളായിട്ട് ഈ വീട്ടിൽ ഞങ്ങളുണ്ടല്ലോ. അമ്മയെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അമ്മനെ നോക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു നാളെ ആവശ്യം ഞങ്ങളുണ്ടാവും. ഇനിയിപ്പോൾ ഞങ്ങൾ നോക്കിയില്ലെങ്കിൽ മാത്രം അമ്മ അവരുടെ അടുത്തേക്ക് പോയാൽ മതി. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അമ്മനെ നോക്കുന്നുമുണ്ട്. ഇനി അമ്മയുടെ നാക്ക് കാരണം ഇപ്പം ഞങ്ങൾ അമ്മനെ സ്നേഹിക്കുന്നത് കൊണ്ട് അമ്മ ഇല്ലാണ്ടാക്കരുത് കേട്ടോ. അമ്മയ്ക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.